നമസ്കാരം. മോക്ക് ടെസ്റ്റിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തൊഴിൽ വീഥി ലക്കം 2023 സെപ്റ്റംബർ 16 വന്ന 10th പ്രിലിംസ് മാതൃകാ പരീക്ഷാ ചോദ്യങ്ങൾ. 2022 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ്. ഉത്തരം സേതു. 2. ചിഹ്നഗ്രഹങ്ങളെ ഇടിച്ചു നീക്കി അവയുടെ സഞ്ചാരദിശ മാറ്റുന്നതിനായി നാസ ആരംഭിച്ച ദൗത്യമേത്? ഉത്തരം ഡാട്ട്. 3. ശരിയായ പ്രസ്താവന ഏത്? ഉത്തരം 1ഉം 2ഉം. 2022 36ാം ദേശീയ ഗെയിംസിൻ്റെ വേദി ഗുജറാത്ത്. 36ാം ദേശീയ ഗെയിംസിൻ്റെ ടാഗ്ലൈൻ സ്പോർട്സ് ഫോർ യൂണിറ്റി. 4. 2023 ജനുവരിയിൽ ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യം. ഉത്തരം ബ്രസീൽ. 5. ഇന്ത്യയിലെ ആദ്യത്തെ സ്റ്റീൽ റോഡ് സ്ഥാപിതമായത്? ഉത്തരം സൂറത്ത്. 6. നിലവിൽ ലോകത്തെ ഏറ്റവും വേഗതയേറിയ സൂപ്പർ കമ്പ്യൂട്ടർ ഏത്? ഉത്തരം ഫ്രോണ്ടിയർ. 7. തിരികെ എത്തിയ പ്രവാസികൾക്കായുള്ള സംസ്ഥാന സർക്കാരിൻ്റെ ധനസഹായ പദ്ധതി. ഉത്തരം സാന്ത്വന. 8. യുവാക്കൾക്ക് കരാർ അടിസ്ഥാനത്തിൽ 4 വർഷം സൈന്യത്തിൽ സേവനം ചെയ്യാൻ അവസരം നൽകുന്ന പദ്ധതി. ഉത്തരം അഗ്നിപഥ്. കേരളത്തിൽ ആദ്യമായി മങ്കി പോക്സ് റിപ്പോർട്ട് ചെയ്ത ജില്ല. ഉത്തരം കൊല്ലം. 10. 2022 പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ച ഡിയോഗർ എയർപോർട്ട് ഏത് ഇന്ത്യൻ സംസ്ഥാനത്താണ്? ഉത്തരം ജാർഖണ്ഡ്. 11. തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. പ്രസ്താവനകൾ: 1. കൃഷ്ണ ഗോദാവരി ഡെൽറ്റകൾക്കിടയിലായി സ്ഥിതി ചെയ്യുന്ന തടാകമാണ് കൊല്ലേരു. 2. ഇന്ത്യയിലെ ഏറ്റവും വലിയ ലവണ തടാകമാണ് ചിൽക്ക. ഉത്തരം 1, 2ഉം ശരി. 12. നാഗാർജുന സാഗർ പദ്ധതി ഏത് നദിയിലാണ്? ഉത്തരം കൃഷ്ണ. 13. ബംഗ്ലാദേശിൽ പത്മ എന്ന പേരിൽ അറിയപ്പെടുന്ന നദി ഗംഗ. 14. ഉത്തരായന രേഖ കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടാത്തതേത്? ഉത്തരം ഹരിയാന. 15. ശരിയായ പ്രസ്താവന ഏത്? തന്നിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവനകൾ 1, 2, 4. ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റാണ് ലോ. കർണാടകം, കേരളം എന്നിവിടങ്ങളിൽ ഉഷ്ണകാലത്ത് വീശുന്ന പ്രാദേശിക വാതകമാണ് മാംഗോ ഷവർ. മാംഗോ ഷവറിനെ ചെറി ബ്ലോസം എന്നും വിളിക്കുന്നു. 16. മൺസൂണിൻ്റെ പിൻവാങ്ങൽ കാലം എന്നറിയപ്പെടുന്നത്? ഉത്തരം ഒക്ടോബർ, നവംബർ. 17. ഇന്ത്യയുടെ മിസൈൽ ദ്വീപ് എന്നറിയപ്പെടുന്നത്? ഉത്തരം അബ്ദുൽ കലാം ദ്വീപ്. 18. ലക്ഷദ്വീപിലെ ആകെ ദ്വീപുകളുടെ എണ്ണം എത്ര? ഉത്തരം 36. 19. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി? ഉത്തരം ആനമുടി. 20. ഇന്ത്യയിൽ കാറ്റിൽ നിന്ന് ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം? തമിഴ്നാട്. 21. ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഉത്തരം ഇന്ത്യയുടെ പിതാമഹൻ എന്നറിയപ്പെടുന്നത് ദയാനന്ദ സരസ്വതിയാണ്. 22. ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം രാജാറാം മോഹൻ റോയ്. 23. ക്വിറ്റ് ഇന്ത്യ സമര നായകൻ എന്നറിയപ്പെടുന്നത്? ജയപ്രകാശ് നാരായൺ. 24. INCയുടെ ആദ്യ തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റായതാര്? സുഭാഷ് ചന്ദ്രബോസ്. വിദേശത്ത് ഒരു ഇന്ത്യൻ പതാക ഉയർത്തിയ ആദ്യ വ്യക്തിയാര്? മാഡം ബിക്കാച്ചി ഗാമ. 26. ഗാന്ധിജി കോൺഗ്രസ് പ്രസിഡന്റായ വർഷം? 1924. ശരിയായ പ്രസ്താവന ഏത്? തന്നിരിക്കുന്ന പ്രസ്താവനകൾ: 1. നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിച്ചത് 1930-ലാണ്. 2. ചൗരി ചൗര സംഭവം 1922-ലാണ് നടന്നത്. 3. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത് 1920-ലാണ്. 4. ചമ്പാരൻ സത്യാഗ്രഹം 1917-ലാണ് നടന്നത്. ശരി ഉത്തരം ഓപ്ഷൻ സി. 2ഉം 4ഉം ശരിയാണ്. 28. ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി? ജവഹർലാൽ നെഹ്റു. 29. പോർച്ചുഗീസ് അധീന പ്രദേശങ്ങളായിരുന്ന ഗോവ, ദാമൻ, ദിയു എന്നിവ ഇന്ത്യൻ യൂണിയനിൽ ചേർക്കപ്പെട്ടതെന്ന്? ഉത്തരം 1961. ഇന്ത്യ സ്വതന്ത്രമായപ്പോൾ ഇന്ത്യയിലെ ബ്രിട്ടീഷ് വൈസ്രോയി ആരായിരുന്നു? മൗണ്ട് ബാറ്റൻ പ്രഭു. 31. തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? പ്രസ്താവന 1. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകരിക്കുന്നതിന് ഐക്യരാഷ്ട്രസഭയുടെ ഇടപെടലുകൾ സഹായിച്ചിട്ടുണ്ട്. 2. ഇന്ത്യൻ ഭരണഘടനയിൽ മനുഷ്യാവകാശ കമ്മീഷനെക്കുറിച്ച് പരാമർശിച്ചിട്ടില്ല. ഉത്തരം 1ഉം 2ഉം ശരിയായ പ്രസ്താവനകളാണ്. 32. കേന്ദ്ര സർക്കാരിൻ്റെ അഴിമതികൾ അന്വേഷിക്കുന്നതിന് വേണ്ടി നിലവിൽ വന്നിട്ടുള്ള സ്ഥാപനമേത്? ഉത്തരം ലോക്പാൽ. 33. വിവരാവകാശ നിയമത്തിലെ പട്ടികകൾ എത്ര? ഉത്തരം 2. 34. ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ്റെ കാലാവധി എത്ര? ഉത്തരം 3 വർഷം. 35. പ്രോജക്റ്റ് ടൈഗർ ആരംഭിച്ച വർഷം? ഉത്തരം 1973. 36. ശരിയായ പ്രസ്താവന ഏത്? 1. ഭരണഘടനയിൽ മൗലികാവകാശങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഭാഗം 3-ലാണ്. 2. സുപ്രീം കോടതി മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നു. നിലവിൽ വരുമ്പോൾ 7 മൗലികാവകാശങ്ങൾ ഉണ്ടായിരുന്നു. ഉത്തരം 1ഉം 2ഉം 3ഉം. 3 പ്രസ്താവനകളും ശരിയാണ്. 37. പൊതു നിയമനങ്ങളിൽ അവസര സമത്വം ഉറപ്പുവരുത്തുന്ന ആർട്ടിക്കിൾ ഏത്? ഉത്തരം 16. 38. വിദ്യാഭ്യാസ അവകാശ നിയമത്തിന് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചതെന്ന്? ഉത്തരം 2009 ഓഗസ്റ്റ് 26.
39. ഹൈക്കോടതി റിട്ടുകൾ പുറപ്പെടുവിക്കുന്നതിനെ പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏത്? ഉത്തരം 226. 40. മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്താൻ ശുപാർശ ചെയ്ത കമ്മീഷൻ. ഉത്തരം സ്വരൺ സിംഗ് കമ്മീഷൻ. 41. മലനാട്ടിലെ പ്രധാന കാർഷിക വിളകൾ. ഉത്തരം ഇവയെല്ലാം. തന്നിരിക്കുന്നത് റബ്ബർ, തേയില, ഏലം. ഇവയെല്ലാം മലനാട്ടിലെ പ്രധാന കാർഷിക വിളകളാണ്. 42. കേരളത്തിലെ പ്രധാന ഹിൽ സ്റ്റേഷനായ പുരളിമല സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? ഉത്തരം കണ്ണൂർ. 43. കേരളത്തിന്റെ തെക്കേ അറ്റത്തെ ചുരമായ ആലുവ-മൊഴി ചുരം ബന്ധിപ്പിക്കുന്ന പ്രദേശങ്ങൾ. ഉത്തരം തിരുവനന്തപുരം, തിരുനെൽവേലി. 44. കേരളത്തിലെ മഴനിഴൽ പ്രദേശം ഏത്? ഉത്തരം ചിന്നാർ. 45. ശരിയായ പ്രസ്താവന ഏത്? പ്രസ്താവനകൾ: 1. ലാറ്ററൈറ്റ് മണ്ണിൽ നൈട്രജൻ, ഫോസ്ഫേറ്റ് എന്നീ ഘടകങ്ങളുടെ അഭാവം ഉള്ളതിനാൽ ഫലപുഷ്ടി കുറവാണ്. 2. ലാറ്ററൽ മണ്ണിലെ പ്രധാന കാർഷിക വിളകളാണ് റബ്ബർ, തെങ്ങ്, കുരുമുളക്, കാപ്പി തുടങ്ങിയവ. ഉത്തരം ഓപ്ഷൻ എ രണ്ടും ശരിയാണ്. 46. ഖാരിഫ് വിളയിൽ ഉൾപ്പെടാത്തത് ഏത്? ഉത്തരം പുകയില. 47. കേരളത്തിൽ ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ കാണപ്പെടുന്ന നദി ഏത്? ഉത്തരം പെരിയാർ. 48. ജലത്തിലെ പൂരം എന്നറിയപ്പെടുന്ന ആറന്മുള ഉത്രട്ടാതി വള്ളംകളി നടക്കുന്ന നദി ഏത്? ഉത്തരം പമ്പ. 49. ഏഷ്യയിലെ ആദ്യ സമ്പൂർണ്ണ സൗരോർജ്ജ വിമാനത്താവളം. ഉത്തരം നെടുമ്പാശ്ശേരി. 50. കേന്ദ്ര റെയിൽവേ മന്ത്രിയായ ആദ്യ മലയാളി. ഉത്തരം ജോൺ മത്തായി. 51. ശരിയായ പ്രസ്താവന അല്ലാത്തതേത്? ഉത്തരം ഓപ്ഷൻ ബി. ശരിയായ പ്രസ്താവനകൾ: പട്ടിണിജാഥ നയിച്ചത് AK ഗോപാലനാണ്. 32 പേർ പട്ടിണിജാഥയിൽ പങ്കെടുത്തു. മലബാറിലെ ജനജീവിതത്തിൻ്റെ ശോചനീയാവസ്ഥ ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താനായാണ് പട്ടിണിജാഥ സംഘടിപ്പിച്ചത്. 52. തിരുക്കൊച്ചി മുഖ്യമന്ത്രിമാരിൽ ഉൾപ്പെടാത്തതാര്? ഉത്തരം ഇക്കണ്ട വാര്യർ. 53. ആറ്റിങ്ങൽ കലാപം നടന്നതെന്ന്? ഉത്തരം 1721 ഏപ്രിൽ 15. 54. പെരിനാട് ലഹളയ്ക്ക് നേതൃത്വം നൽകിയതാര്? ഉത്തരം അയ്യങ്കാളി. 55. ഭാരതകേസരി എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ. ഉത്തരം മന്നത്ത് പത്മനാഭൻ. 56. VD ഭട്ടതിരിപ്പാടിൻ്റെ കൃതികളിൽ ഉൾപ്പെടാത്തത് ഏത്? ഉത്തരം കൊഴിഞ്ഞ ഇലകൾ. 57. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത ഒരേ ഒരു മലയാളി. ഉത്തരം ബാരിസ്റ്റർ GP പിള്ള. 58. മലയാളത്തിലെ ആദ്യ പത്രം. ഉത്തരം രാജ്യസമാചാരം. 59. പിടിയരി സമ്പ്രദായം ഏർപ്പെടുത്തിയ നവോത്ഥാന നായകൻ. ഉത്തരം ചാവറയച്ചൻ. 60. ചേരുംപടി ചേർക്കുക. തന്നിരിക്കുന്നത് സാധുജന പരിപാലന സംഘം, ഈഴവ സമാജം, ഈഴവ മഹാസഭ, ഹിന്ദു പുലയ സമാജം. നവോത്ഥാന നായകന്മാർ: കുറുമ്പൻ ദൈവത്താൻ, ഡോക്ടർ പൽപ്പു, അയ്യങ്കാളി, TK മാധവൻ. ഉത്തരം ഓപ്ഷൻ ബി. സാധുജന പരിപാലന സംഘം അയ്യങ്കാളി, ഈഴവ സമാജം TK മാധവൻ, ഈഴവ മഹാസഭ ഡോക്ടർ പൽപ്പു, ഹിന്ദു പുലയ സമാജം കുറുമ്പൻ ദൈവത്താൻ. 61. ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകളുള്ള ഇന്ത്യൻ സംസ്ഥാനം. ഉത്തരം പശ്ചിമ ബംഗാൾ. 62. കേരള ഫോറസ്റ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഉത്തരം കോട്ടയം. 63. അനന്തഗംഗ എന്നത് ഏതിനം വിളയുടെ അത്യുൽപാദന ശേഷിയുള്ള ഇനമാണ്? ഉത്തരം തെങ്ങ്. 64. ഏറ്റവും കൂടുതൽ ശിശുമരണത്തിന് കാരണമാകുന്ന രോഗമേത്? ഉത്തരം ന്യൂമോണിയ. 65. മനുഷ്യ ശരീരത്തിലെ പ്രധാന വിസർജനാവയവം ഏത്? ഉത്തരം വൃക്ക. 66. അണ്ടോൽപാദനം, സ്ത്രീ സവിശേഷതകൾ എന്നിവയെ നിയന്ത്രിക്കുന്ന ഹോർമോൺ. ഉത്തരം ഈസ്ട്രജൻ. 67. ആൻറ്റിജൻ ഇല്ലാത്ത ബ്ലഡ് ഗ്രൂപ്പ്. ഉത്തരം O ഗ്രൂപ്പ്. 68. ശരിയായ പ്രസ്താവന ഏത്? 1. പാകം ചെയ്യുമ്പോൾ നഷ്ടപ്പെടുന്ന ജീവകമാണ് C. 2. തണുപ്പിക്കുമ്പോൾ നഷ്ടപ്പെടുന്ന ജീവകമാണ് E. ഉത്തരം ഓപ്ഷൻ ബി. 1 മാത്രം ശരി. 69. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഉത്തരം കാസർഗോഡ്. 70. ക്രെബ്സ് പരിവൃത്തിയിലൂടെ ലഭ്യമാകുന്ന ATP തന്മാത്രകളുടെ എണ്ണം. ഉത്തരം 28. 71. ജലത്തിൻ്റെ ഖരാങ്കം എത്ര? ഉത്തരം 0 ഡിഗ്രി സെൽഷ്യസ്. 72. ജീവികളുടെ DNA-യിലും RNA-യിലും കാണപ്പെടുന്ന മൂലകം. ഉത്തരം ഫോസ്ഫറസ്. അലൂമിനിയത്തിൻ്റെ അയിരായ ബോക്സൈറ്റിനെ സാന്ദ്രണം ചെയ്യുന്ന പ്രക്രിയ ലീച്ചിങ്. 74. ആറ്റത്തിൽ ചലിക്കുന്ന കണങ്ങൾ ഇലക്ട്രോൺ. 75. റബ്ബറിൻ്റെ കട്ടി കൂട്ടുന്നതിനായി സൾഫർ ചേർക്കുന്ന പ്രക്രിയ വൾക്കനൈസേഷൻ. 76. സെൽഷ്യസ് സ്കെയിലിലും ഫാരൻഹീറ്റ് സ്കെയിലിലും ഒരേ മൂല്യം കാണിക്കുന്ന ഊഷ്മാവ് -40. 77. ഊർജത്തിൻ്റെ CGS യൂണിറ്റ്. ഉത്തരം എർഗ്. 78. കോൺവെക്സ് ലെൻസിൽ രൂപപ്പെടുന്ന പ്രതിബിംബത്തിൻ്റെ പ്രത്യേകത. ഉത്തരം യഥാർത്ഥവും തല കീഴായതും. 79. കറങ്ങുന്ന പമ്പരത്തിൻ്റെ ചലനം. ഉത്തരം ഭ്രമണം. 80. അസ്റ്റിഗ്മാറ്റിസം പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസ്. ഉത്തരം സിലിണ്ട്രിക്കൽ ലെൻസ്.